ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇന്നിതാ നമ്മൾ ഒരു ചില്ലി ബീഫ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് ഞാൻ ഇന്നലെ ഇന്ന് ബീഫൊക്കെ ഞാൻ കുറച്ചേറെ എണ്ണ ഒഴിച്ചേക്കാം അല്ലേ. അപ്പോൾ ഇന്നലെ ബീഫ് ഞാൻ ഇന്ന് രാവിലെ എല്ലാം മാരിനേറ്റ് ചെയ്തെല്ലാം വെച്ചതാണ്. കുറേ നേരം എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നേ. അപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഓരോ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് ഇടാം. ചിലപ്പോൾ ഈ പാനായതുകൊണ്ട് ചിലപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്നറിയാമോ ഫ്രൈ ചെയ്യാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത്? ചില പീസൊക്കെ നല്ല വലുതാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്നതാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ പിന്നെ നന്നായിട്ട് തൈരും വിനേഗറും എല്ലാം ഇട്ട് നന്നായിട്ട് കഴുകി. ചിലർക്കാണെങ്കിൽ ഈ ബ്ലഡ് കളയുന്നത് ഇഷ്ടമല്ല. പിന്നെ ഈ ഒരു ഫിലിപ്പീനുകളുടെ കട ആണെങ്കിലുണ്ടല്ലോ, അവർക്ക് ഈ ബ്ലഡോട് കൂടി ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ ആ കടയിൽ ബ്ലഡൊന്നും ഇല്ലാതെ നന്നായിട്ട് നമ്മൾ കഴുകുമ്പോഴൊന്നും ബ്ലഡൊന്നും കാണത്തില്ല. അങ്ങനെ ഉള്ള ബീഫൊക്കെ കിട്ടും. ഇത് എപ്പോഴും ബ്ലഡ് ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ ബ്ലഡ് ഇങ്ങനെ കാണുന്നത് എനിക്കിഷ്ടവുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ ഞാൻ എന്തെടുത്ത് കുറച്ച് കുറച്ച് നേരം തൈരൊഴിച്ച് വെച്ചിട്ട് പിന്നെ വിനേഗറിട്ട് അങ്ങനെ കുറേ നേരം അത് കഴുകി എന്നിട്ട് കഴുകിയെടുത്തതാണ്. എന്നിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കോൺഫ്ലവർ, പിന്നെന്താണ് കോൺഫ്ലവർ, പിന്നെ വേറെ എന്താണ്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ സോയ സോസ്, കുറച്ച് ഈ സ്വീറ്റ് ചില്ലി സോസ്, ഇത്രയും സാധനങ്ങളിട്ട് ഒരു മുട്ടയും കൂടെ വേണമെങ്കിൽ പൊട്ടിച്ചൊഴിച്ച് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ കോൺഫ്ലവർ ഇട്ടുകൊണ്ട് പിന്നെ മുട്ട വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഇപ്പം ഞാനെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുവാണ്. ഇത് 2 പ്രാവശ്യമായിട്ട് ഇടണം. ഇങ്ങനെ ഈ ചെറിയ പാനെന്നല്ല, ഇതിന് വട്ടം കുറവാണ് ആ പാനിന്. അപ്പോൾ ഇതിങ്ങനെ നമുക്കതൊന്ന് നന്നായിട്ട് മൂക്കണ്ട, എന്നാലും അതൊന്ന് വേകണമല്ലോ. കുറച്ച് സോഫ്റ്റായിട്ട് ഇരിക്കുകയും വേണം. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കത് നന്നായിട്ട് ഇനി ഒരു പ്രാവശ്യം കൂടെ ഫ്രൈ ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ കുറച്ച് ഞാൻ ഈ പെപ്പർ എടുത്തിട്ടുണ്ട്. ഉണ്ടോ ഈ പെപ്പർ? അതും കുറച്ച് സവോളയും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാമേ. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാമേ. അപ്പോൾ നമുക്ക് ഈ പെപ്പറെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ കണ്ടോ, ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്തോ ഒരു മങ്ങലുണ്ടല്ലോ. ഞാൻ ലൈറ്റിൻ്റെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ലൈറ്റ് ഓഫ് ചെയ്തു. എന്നിട്ടും ഒരു വെട്ടക്കുറവ്. അപ്പോൾ ഇങ്ങനെ 3 കളറുള്ള പേപ്പറുണ്ട്. അപ്പോൾ അത് 3 നമുക്കിതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് ഇടാം.
വെട്ടക്കുറവ്, ഒരു മങ്ങൽ എന്താണെന്ന് എനിക്കറിയില്ല. മഴക്കാറുണ്ട് കേട്ടോ, അതാണ് വെട്ടം കുറവ്. അപ്പോൾ നമുക്ക് ഈ പച്ച പെപ്പറും കൂടെ അരിഞ്ഞിടാം. വെറുതെ അല്ല, മഴക്കാർ പുറത്ത്, അതാണ് പുറത്തൊരു മൂടൽ, അതിൻ്റെയാണ് ഇവിടെയും വെട്ടമില്ലാത്തത്. പക്ഷേ ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേന് ഒട്ടും ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ പെപ്പർ ഇങ്ങനെ കട്ട് ചെയ്തു, മഞ്ഞയും റെഡും ഗ്രീനും. ഓക്കെ, അപ്പോൾ ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്താണ്, സവാള നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കട്ട് ചെയ്തിട്ട് കാണിക്കാമേ. സവാള ഇങ്ങനെ എന്നിട്ട് കട്ട് ചെയ്തിട്ട് പൊളിച്ചെടുക്കും. പക്ഷേ ഇത് അങ്ങോട്ട് വഴറ്റുമ്പോൾ ഇത് ശരിയായിക്കോളും, വിട്ട് പോരും. എന്നാലും ഞാൻ ഇങ്ങനെ പൊളിച്ചെടുക്കും. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പൊളിച്ചെടുക്കും. അതിങ്ങനെ വിടുവിച്ച് ഇതുപോലെ കണ്ടോ, കണ്ടോ, ഇതുപോലെ എടുക്കും. നമ്മുടെ ബീഫ് എന്തായാലും നോക്കാം അല്ലേ. എനിക്ക് മറ്റേ സാധനങ്ങളൊക്കെ എന്ത് അത് ഒന്ന് മറിച്ചിടുന്ന ഓക്കെ. ഇത് ഇച്ചിരി മൂത്ത് പോയി, തീ കുറച്ച് വെക്കാം. അല്ല, മൂത്ത് പോയില്ല, എന്നാലും ഒരു ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല, അതാ പറ്റിയത്. ഇടയ്ക്ക് വാചകം അടിച്ച് സവാളയൊക്കെ അരിഞ്ഞ് ഇങ്ങനെ ഇരുന്നു. ഓക്കെ, ഇനി ഞാനത് നമ്മുടെ ബീഫ് വെന്ത് വരുമ്പോഴേക്കും അതുവരെ വേറെ ഒരു ചെറിയ പണിയുണ്ട്. നമുക്കിത് ഈ കുറേ ചെറിയ ഉള്ളിയുണ്ട്, അതെല്ലാം നമുക്ക് പൊളിച്ചല്ലെങ്കിൽ പിന്നെ അതെല്ലാം ഇരുന്ന് കേടായിപ്പോവും, ചീഞ്ഞു പോവും. അതുകൊണ്ട് നമുക്കിത് പൊളിച്ചെടുത്ത് നമുക്കൊരു കവറിലോ ഒരു കണ്ടെയ്നറിലോ ആക്കിയിട്ട് നമുക്ക് അത് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ പൊളിച്ചെടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ വരുമ്പോഴേക്കും അതെല്ലാം കേടായിപ്പോവും. അതിലും നല്ലതല്ലേ ഈ ചെറിയ ഉള്ളിയൊക്കെ ഇവിടെ അങ്ങനെ സാധാരണ ഭയങ്കര വിലയല്ലേ. അപ്പം വെറുതെ നമ്മളത് ഇരുന്ന് വേസ്റ്റാക്കി കളയണ്ട. പൊളിച്ചെടുത്ത് നമുക്ക് ഫ്രീസറിലേക്ക് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പൊളിച്ചെടുക്കാം. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഫ്രീസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഫ്രീസറിൽ വെക്കാനായിട്ട് ഒരു വെള്ളരിക്കയുണ്ട്. ഇതെല്ലാം ഫ്രീസറിൽ വയ്ക്കുവാണെങ്കിൽ നമ്മൾ പിന്നെ ഞാൻ തിരിച്ച് വരുമ്പോഴേക്ക് അത് എടുത്ത് കറി വയ്ക്കാനായിട്ടൊക്കെ നല്ലതല്ലേ. അല്ല പിന്നെ അതെല്ലാം ഇരുന്ന് ചീഞ്ഞ് പോയി കഴിഞ്ഞാൽ വെറുതെ ഒത്തിരി ഭയങ്കര വില കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളല്ലേ, വെറുതെ എന്തിനാ നഷ്ടപ്പെടുത്തി കളയുന്നു. അപ്പോൾ ഇതിങ്ങനെ പൊളിച്ചിട്ട് നമുക്ക് ഞാൻ ബീഫൊന്ന് മൂടി വെച്ച് വേവിക്കുവാണേ. മറ്റേത് ഞാനിവിടെ ഈ പെപ്പറൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ, സംസാരിച്ച് ആ പെപ്പർ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് കുറച്ച് മൂത്ത് പോയി. അപ്പോൾ നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കുവാണെങ്കിൽ സോഫ്റ്റായി കിട്ടുകയും ചെയ്യും, വേവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം മുഴുവനും. വേറെ കുറേയും കൂടെ അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ
ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാനൊന്ന് ഇട്ട് ഒന്ന് വഴറ്റി. ഇനി നമുക്ക് അതിനകത്തേക്ക് സവോള ഇടാം. നമ്മൾ സവോള ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ സവോള എന്നിട്ട് ഇട്ടു. ഞാൻ സവോള ഒന്ന് വാടി വരുന്നതായിരിക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സോയ സോസ്, ചില്ലി സോസ്, ഇത് ചില്ലി സോസാണ് കേട്ടോ. അത് ഞാൻ തീരാറായി, മറ്റേ അതിനകത്തുണ്ട്. അപ്പോൾ ഇത് തീരാറായതെന്ന് ഫിനിഷ് ചെയ്തേക്കാമെന്ന് ഓർത്താണ്. ഡാർക്ക് സോയ സോസാണ്. ഇതൊന്നും ഭയങ്കര കളറാണ്. ഡാർക്കാകുമ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി. ഓക്കെ, അത് ഫിനിഷായി. പിന്നെ നമുക്ക് എന്താണ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അങ്ങനെ നമ്മളുടെ ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയല്ലേ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കയറി കാണണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. താങ്ക് യു സോ മച്ച്.